ഗുഡ് ഹോപ്പ് സീംബ്രോസ് നീന്തൽ കൂട്ടായ്മയുടെ കുടുംബസംഗമം എടപ്പാളിൽ സംഘടിപ്പിച്ചു. ആരോഗ്യത്തിലേക്ക് നീന്തിക്കയറാമെന്ന ശീർഷകത്തിൽ പ്രവർത്തിക്കുന്ന ഗുഡ് ഹോപ്പ് സിംബ്രോസ് എന്ന നീന്തൽ കൂട്ടായ്മയുടെ കുടുംബസംഗമം ജില്ലാ സബ് കളക്ടർ ദിലീപ് കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ നീന്തൽ പഠിപ്പിക്കുക, അതോടൊപ്പം ഈ ഒരു സർവൈവൽ സ്കില്ല് കൂടുതൽ പേരിൽ എത്തിക്കുക എന്നൊക്കെയുള്ളൊരു മഹനീയമായ ലക്ഷ്യത്തോടു കൂടി ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും അത് ഓരോ വർഷവും നൂതനമായ പ്രോഗ്രാമുകളിലൂടെ മുന്നോട്ട് പോവുകയും അതിന്റെ ഒരു കുടുംബസംഗമം നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന മുതിർന്ന മാതാപിതാക്കളൊക്കെ ഉൾപ്പെടുന്ന ഒരു കുടുംബസംഗമം സംഘടിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നത് തന്നെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആദ്യമേ തന്നെ ഇതിന്റെ എല്ലാ സംഘടനകൾക്കും ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, തീർച്ചയായിട്ടും ഇത് സമൂഹത്തിൽ വളരെ ആവശ്യമുള്ള ഒരു സംഗതി കൂടിയാണ്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത് സ്വാഗത പ്രസംഗത്തിലും അതിനു മുൻപ് തന്നെ സംഘടനയെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സർവൈവൽ സ്കില്ല്, പ്രത്യേകിച്ചും കേരളത്തിൽ 40-ൽ പരം നദികളും കായലുകളും കടലോരവും വല്ലാതെ നീണ്ട കടലോരവും ഒക്കെയുള്ള കേരളത്തില് സ്വിമ്മിംഗ് എന്നുള്ള ഒരു അടിസ്ഥാന സ്കില്ല് നമുക്ക് പലപ്പോഴും കുട്ടികൾക്ക് ആവശ്യമായ രീതിയിൽ പകർന്നു നൽകാൻ സാധിക്കുന്നില്ല എന്നൊരു ദുഃഖകരമായ യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മ പദ്ധതികൾ 1000-ഓളം അല്ലെ വേനൽക്കാലത്ത് 1000-ഓളം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക മുതലായ കർമ്മ പദ്ധതികൾ. എഴുത്തുകാരനും പ്രഭാഷകനുമായ അജിത് കൊളാടി മുഖ്യാതിഥിയായിരുന്നു. വിജയബേരി കോർഡിനേറ്ററും മോട്ടിവേറ്റർ ട്രെയിനറുമായ ടി സലീം ക്ലാസ് എടുത്തു. പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മാസ്റ്റർ, സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബക്കർ, ഇ വി നാസർ, ഹംസ, കെ സി ബഷീർ, വി പി ഗംഗാധരൻ, മജീദ് കെ ഫിറോസ്, അക്ബർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.